ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നാലാം ട്വന്റി മത്സരത്തിൽ നേടിയ സെഞ്ചുറിയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെന്നാണ് മലയാളി താരം സഞ്ജു സാംസൺ പറയുന്നത്. ജീവിതത്തിൽ താൻ ഒട്ടേറെ പരാജയങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്നും അപ്പോഴൊന്നും ആത്മവിശ്വാസം കൈവിട്ടിരുന്നില്ലെന്നും സഞ്ജു പറയുന്നു. ഇന്നലെ ഇന്ത്യൻ ഇന്നിംഗ്സ് പൂർത്തിയായതിന് പിന്നാലെ ബ്രോഡ്കാസ്റ്റർമാരോട് സംസാരിക്കുമ്പോഴായിരുന്നു സഞ്ജു സെഞ്ചുറിയെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെന്ന് വ്യക്തമാക്കിയത്. കഴിഞ്ഞ തവണ കുറേയധികം സംസാരിച്ചെന്നും അതിനു പിന്നാലെ 2 മത്സരങ്ങളിൽ ഡക്കിന് പുറത്തായെന്നും തമാശ കലർത്തി സഞ്ജു കൂട്ടിച്ചേർത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു പിന്നീട് നടന്ന 2 മത്സരത്തിൽ 0-ന് പുറത്തായിരുന്നു. ജീവിതത്തിൽ ഞാൻ ഒരുപാട് പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട്. തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടിയതിനു പിന്നാലെ 2 ഡക്കുകൾ. അപ്പോഴും ഞാൻ ആത്മവിശ്വാസം കൈവിട്ടിരുന്നില്ല. എന്നിൽ തന്നെ അടിയുറച്ചു വിശ്വസിച്ചു. കഠിന പ്രയത്നം നടത്തി. അതിന്റെ ഫലമാണ് ഇന്ന് ലഭിച്ചത്. 1-2 തവണ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ ഞാൻ ഒരുപാട് ചിന്തിച്ചു. അന്ന് അഭിഷേകും തിലകും പൂർണ്ണ പിന്തുണ നൽകി. തിലക് ഏറെ ഭാവിയുള്ള താരമാണ്. ഞങ്ങൾ ഒട്ടേറെ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ഒരു കൂട്ടുകെട്ടുണ്ടായതിൽ സന്തോഷം. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭാവി വാഗ്ദാനമാണവൻ. അവനൊപ്പം മികച്ച കൂട്ടുകെട്ടുണ്ടാക്കാനായതിൽ സന്തോഷമുണ്ട്. സെഞ്ചുറിയെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല. കാരണം കഴിഞ്ഞ തവണ സെഞ്ചുറി നേടിയപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അതിനു പിന്നാലെ ഞാൻ 2 കളികളിൽ ഡക്കായി. അതുകൊണ്ട് തന്നെ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ലളിതമായി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇത്തരമൊരു പ്രകടനമായിരുന്നു ക്യാപ്റ്റനും ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. അത് നൽകാനായതിൽ സന്തോഷമുണ്ടെന്നും സഞ്ജു പറയുന്നു. ജോഹന്നാസ്ബർഗിൽ 109 റൺസ് എടുത്ത് പുറത്താവാതെ നിന്നപ്പോൾ നിരവധി റെക്കോർഡുകൾ കൂടിയാണ് സഞ്ജുവിന്റെ പോക്കറ്റിലെത്തിയത്. ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ T20 സെഞ്ചുറി നേടുന്ന താരവും വിക്കറ്റ് കീപ്പറും കൂടിയായി. ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ റൺ നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ, കുട്ടി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അർദ്ധശതകം നേടിയ ഇന്ത്യൻ കീപ്പർ എന്നിങ്ങനെ പോകുന്ന ഈ സെഞ്ചുറിയിലൂടെ സഞ്ജു കൈപ്പിടിയിലാക്കുന്ന റെക്കോർഡുകൾ. ഈ വർഷം 3 T20 സെഞ്ചുറികളാണ് സഞ്ജു നേടിയത്. അതും വെറും 5 ഇന്നിംഗ്സുകളിലാണ് ഈ 3 ശതകങ്ങളും പിറന്നതെന്നും താരത്തിന്റെ മികവ് എടുത്തുകാട്ടുന്നു. 28 പന്തിൽ നിന്നാണ് സഞ്ജു അർദ്ധ സെഞ്ചുറി കുറിച്ചത്. പിന്നീട് 23 പന്തുകളെടുത്ത് സെഞ്ചുറിയിലെത്തി. 56 പന്തിൽ നിന്ന് 109 റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം. 9 സിക്സും 6 4ഉം ഇതിൽ ഉൾപ്പെടുന്നു. 194.64 സ്ട്രൈക്ക് റേറ്റിലാണ് നേട്ടം. ട്രിസ്റ്റൻ സ്റ്റബ്സ് എറിഞ്ഞ 10ാം ഓവറിൽ 6 അടിച്ച സ്റ്റൈലിഷായാണ് സഞ്ജു 50 തികച്ചത്. തുടർന്ന് 23 പന്തുകളിലാണ് സെഞ്ചുറിയിലേക്ക് എത്തിയത്. കോട്സി എറിഞ്ഞ 18ാം ഓവറിൽ ജെറാൾഡ് കോട്സിയുടെ ഓവറിലാണ് സഞ്ജുവിന്റെ സെഞ്ചുറി. പതിയെ തുടങ്ങിയ താരം താളം കണ്ടെത്തിയതോടെ കത്തിപ്പടരുകയായിരുന്നു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഡർബനിൽ സെഞ്ചുറി കുറിച്ച താരം ഗ്വേബർഹയിലെ 2ാം മത്സരത്തിലും സെഞ്ചുറിയനിലെ സൂപ്പർ സ്പോർട്സ് പാർക്കിൽ നടന്ന 3ാം മത്സരത്തിലും ഡക്കായി പുറത്തായിരുന്നു. 2 മത്സരങ്ങളിലും മാർക്കോ യാൻസെന്റെ പന്തിൽ സഞ്ജു ക്ലീൻ ബൗൾഡ് ആകുകയായിരുന്നു. ഇതിനു പിന്നാലെ താരത്തിനെതിരെ മികച്ച പ്രകടനങ്ങളെ പോലും മറികടന്ന് വിമർശനം ഉന്നയിച്ചിരുന്നു. അതിനുള്ള മറുപടിയാണ് പരമ്പരയിലെ നിർണായകമായ അവസാന മത്സരത്തിൽ താരം നൽകിയത്.